ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ചെടികളോടും പൂക്കളോടും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉണ്ടാകുന്ന ചെടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ മുറ്റത്ത് പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലൊന്നാണ് അഡീനിയം. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് അഡീനിയം പ്ലാന്റ്. ഇത് മഴക്കാലത്ത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാവില്ല. മുട്ട് വരുമ്പോൾ ആ പൂക്കൾ വിരിയുന്നതിന് മുന്നേ തന്നെ കൊഴിഞ്ഞു പോകും, ചീഞ്ഞിട്ട് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ പൂക്കൾ മഴക്കാലത്തും പൂക്കൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മഴയത്ത് വെക്കരുത്. മഴയത്ത് വെച്ചാൽ ഈ പൂക്കൾ ഒഴിഞ്ഞു പോവും. പിന്നെ ചെടിയൊന്നും ആവുന്നില്ല. നല്ല നിർവാർച്ചയുള്ള മണ്ണ്, വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മഴയത്ത് വെക്കുന്നതിനെ കൊണ്ട് ചെടികൾ ചീഞ്ഞു പോവും, ഒന്നുമില്ല. വെള്ളം കെട്ടിയെന്ന ചീഞ്ഞു പോവും. അതിന്റെ കൊടാക്സ് ചീഞ്ഞിട്ട് ആ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് അത് നല്ലോണം മഴക്കാലത്ത് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഷെയ്ഡിൽ വെച്ചാൽ നമുക്ക് ഈ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും ചെയ്യും. നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ മുറ്റം കാണാനും. ഇതൊക്കെ വിരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയതാണ്. ഒന്നുകൂടി ആവും. മുട്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതിനായിട്ട് മഴക്കാലത്തും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല വളം ഞാൻ കൊടുക്കലുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നായിട്ട് എൻ്റെ ചെടി മൊത്തമായിട്ട് ഒന്ന് കാണാം. ഞാൻ 2 ചെടിയാണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. 2 ചെടി വാങ്ങിയതാണ്. അതിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് കൂടുതലും പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. 2 കളറുണ്ട്. ഒരു റോസ് കളറുണ്ട്, പിന്നെ ഒരു റെഡും ഉണ്ട്. ഇത് രണ്ടാണുള്ളത്. പിന്നെ ഒരു യെല്ലോ ഞാൻ പുതിയത് വാങ്ങിയതാണ്. അതിന് ഇതുവരെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. വാങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന് പൂ വിരിഞ്ഞിട്ടൊന്നുമില്ല. ഇതിന്റെ കൊടാക്സ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇതിന്റെ കൊടാക്സ് കാണാൻ തന്നെ. ഇതാണ് കേട്ടോ യെല്ലോ ഫ്ലവറിന്റെ പ്ലാന്റ്. ഇതിന്റെ ലീഫ് കണ്ടോ, രണ്ടും ഡിഫറെന്റ് ആണ്. ഇതിൻ്റെതും അതിൻ്റെതും രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. ലീഫ് തന്നെ ഫ്ലവർ ഉണ്ടായിട്ടില്ല. ഫ്ലവർ ഉണ്ടാകാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിന്റെ കൊടാക്സ് ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഫ്ലവർ പെട്ടെന്ന് ഉണ്ടാവും എന്തായാലും. അടീനിയത്തിന് കൂടുതൽ ടൈമൊന്നും വേണ്ട അടീനിയത്തിന്. അതുകൊണ്ട് നിങ്ങൾ മഴക്കാലത്ത് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ മഴക്കാലത്ത് നമ്മൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ല. പ്രൂണിങ് മഴക്കാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ എന്തായാലും വെള്ളം ഈ സൈഡിൽ വെച്ചാലും മഴ പെയ്യുമ്പോൾ ചെടിയിൽ എന്തായാലും ചാറലടിക്കും. അപ്പോൾ ആ വെള്ളം അതിൽ വന്ന് വീണിട്ട് എന്തായാലും അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും പ്രൂണിങ് ചെയ്യാൻ പാടില്ല. പിന്നെ മണ്ണുണ്ടോ ഇതുപോലെ ഉണ്ട്. അപ്പോൾ നല്ലോണം ഉണങ്ങി ഡ്രൈ ആയിരുന്നപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നല്ല മഴ ഡെയിലി ഒരേ മഴയാണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരാഴ്ച മഴ പെയ്യാതെ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുക, മണ്ണ് നോക്കുക. എന്നിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നനവുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിന് അത്രേ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഇത് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഇതിന് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാലും അത് വെള്ളം നല്ലോണം വാർന്നു പോകും. ഇതാണ്ട കുറച്ച് ചെടികളൊക്കെ ഞാൻ മഴയത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കട്ടിങ്സ് എടുത്തിട്ട് നട്ടിട്ടുണ്ടായതാണ്. ഇതിലൊന്നും വെള്ളം ഒരു തുള്ളി പോലും വെള്ളം നിൽക്കുന്നില്ല, മൊത്തമായിട്ട് പോകും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വെയിൽ അടിക്കുമ്പോൾ എന്തായാലും അതിന് കുറച്ച് ഡ്രൈനെസ് കിട്ടുകയും ചെയ്യും. ഇതുണ്ടോ, ഇത് ഞാൻ മണലിലാണ് നട്ടത്. മണലും പിന്നെ കുറച്ച് മണ്ണും പിന്നെ എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇത് നട്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇലയൊക്കെ ചീഞ്ഞു പോകുന്നുണ്ടോന്നും കൂടി ഇങ്ങനെ ഇത് കണ്ടോ, ഡബിളായിട്ട് ഇങ്ങനെ വന്നിട്ട് കൊഴിഞ്ഞിട്ട് ഇതിന് മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മഴയത്താണ് പ്ലാന്റ് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മഴക്കാലത്ത്
ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ പ്ലാന്റ് വർഷങ്ങളോളം നിൽക്കും. നല്ലൊരു പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ പൂക്കളും ആ കൊഡാക്സ് ഇങ്ങനെ വന്നിട്ട് മേലെ നമ്മള് ഈ ചട്ടിയില് കൊഡാക്സ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അത് കുറച്ച് മുകളിലോട്ട് ഹൈറ്റിലോട്ട് കൊടുക്കണം. താഴ്ത്തി മണ്ണ് താഴത്താക്കിയിട്ടും കൊഡാക്സ് മേലോട്ടാക്കിയിട്ടും വെക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാൻ മഴക്കാലത്തും കൊടുക്കുന്ന വളമാണ് പിന്നെ ഇതാ എല്ലുപൊടിയും വെണ്ണീരും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ലൊരു വളമാണ് ഈ എല്ലുപൊടിയും വെണ്ണീരും. മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയൊരു വളമാണ് വെണ്ണീര്. ചൂടില്ലല്ലോ, അതുകൊണ്ട് പൊട്ടാഷിന്റെ അളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും ചെടിക്ക്. അതുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. പിന്നെ NPK വളം 18-18-18 കൊടുക്കാം, 19-19-19 കൊടുക്കാം. ഞാൻ ഇടക്ക് മാസത്തിൽ ഒരു തവണ 18-18 ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഈ ഒരു വളവ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലുപൊടിയും വെണ്ണീരും. മഴക്കാലത്ത് വെണ്ണീര് ഇട്ട് കൊടുക്കും, ചൂടുകാലത്ത് അങ്ങനെ ഇട്ട് കൊടുക്കലില്ല, ചൂടല്ലേ. അതുകൊണ്ട് വെണ്ണീര് ചൂടാണ്. ചെടികള് ഈ വാടിക്കരിഞ്ഞ പോലെ ആവാൻ സാധ്യതയുണ്ട്. നല്ല ചൂട് സമയത്ത് വെണ്ണീര് ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ അഥവാ വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ ചെടി ആകെ ഇതായിപ്പോവും, വാടിയ പോലായിട്ട് ആ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് ചൂട് സമയത്ത് നമ്മൾ ഈ വെണ്ണീരിട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ ഒക്കെ കൊഡാക്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതിനിപ്പോ ചട്ടി ഒന്ന് ഈ ചെടി ഒന്ന് എടുത്തിട്ട് മുകളിലോട്ടാക്കിയിട്ട് വെച്ചു കൊടുക്കണം. ഇത് നല്ല ബോൺസായി പോലെ ഇങ്ങനെ നിൽക്കുന്ന, ബോൺസായി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. കുറച്ച് ടൈം എടുക്കും, കുറച്ച് വർഷം എടുക്കും അങ്ങനെ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ല പൂക്കളൊക്കെ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. നമുക്ക് ഏത് സമയത്തും വളർത്താൻ പറ്റുന്ന, നശിച്ചു ഒന്നുമില്ലാത്ത ചെടിയാണ്. നമ്മൾ കുറച്ച് ഇതിന് നല്ല കെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഈ മുറ്റം നിറയെ ഇങ്ങനെ ഒരു ചെടി തന്നെ മതി. നമ്മൾ സീസൺ ആകുമ്പോൾ ഓരോ പ്ലാന്റ് പോയിട്ട് നമ്മൾ നഴ്സറി പോയിട്ട് വാങ്ങാറുണ്ട്. അപ്പൊ അതൊക്കെ ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, നമ്മളെ പൈസ പോവും. ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആ ഫ്ലവറും ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും നമുക്ക് പൂക്കൾ തരികയും ചെയ്യും, വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യും. നമുക്കിത് കാണാൻ തന്നെ നമ്മളെ പൈസ നഷ്ടാവുന്നുള്ള ഒരു പേടിയും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ വെള്ളം കെയർ ചെയ്യണം. വെള്ളം കെട്ടിക്കാണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഞാൻ എല്ലാ ചട്ടിയിലും മണ്ണ് നീക്കി കൊടുത്തിട്ട് വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെല്ലാം ഫ്ലവർ ഉണ്ടായതാണ്. അപ്പൊ അത് കൊഴിഞ്ഞ് പിന്നെയും മുട്ടിട്ടിട്ട് പൂ വിരിയുന്നുണ്ട്. അങ്ങനെ വളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കൊളാക്സ് നോക്കുക, ഇങ്ങനെ ചെറുങ്ങനെ ഞെക്കി നോക്കുമ്പോ പിന്നെ അതിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അമർത്തി നോക്കുമ്പോ ഇങ്ങനെ പദം പോലെ തോന്നുമല്ലോ, ഒരല്ലാണ്ട് പദം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും ഒട്ടും വെള്ളത്തിന്റെ അംശം പോലും തട്ടാത്തടുത്ത് മാറ്റി വെക്കണം. അതാണ് സേഫ്. അല്ലെങ്കിൽ ആ ചെടി മൊത്തമായിട്ട് നമ്മള് അത് ബോൺസായി രൂപത്തിലാക്കി എടുക്കാൻ പോലും ഭയങ്കര പാടുണ്ട്. വർഷങ്ങളോളം കഴിയണം. ഇങ്ങനെയൊക്കെ ആയി വരണമെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയണം. ഞാനിത് തന്നെ 3-4 വർഷമായി ഇതൊക്കെ 2 പ്ലാന്റ് വാങ്ങി വെച്ചിട്ട്. അതിൻ്റെ തന്നെ കൊഡാക്സ് അത്ര വലുതൊന്നും ആയിട്ടില്ല. അത്ര വരെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ ആ കൊഡാക്സ് ഇങ്ങനെ സ്പോഞ്ച് പോലെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വെള്ളം ഒട്ടും തട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കാം. NPK ഇട്ട് കൊടുത്താലും നല്ല ഫ്ലവർ ഉണ്ടാവും കേട്ടോ. 18-18 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലതുപോലെ വെയിൽ ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ്.
നല്ല വെയിൽ തട്ടുന്ന ഒരു ഷെയ്ഡ് ആണെങ്കിൽ ഈ മഴക്കാലത്തും ഇടക്ക് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അവിടെ വെച്ചാലും എന്നാലും മഴവെള്ളം കൊള്ളാനും പാടില്ല. അങ്ങനത്തെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും കേട്ടോ. വെയിലടിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ ഈ വളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കെയറിങ് എന്തായാലും കൊടുക്കണം ഈ പ്ലാന്റിന്. നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഡീനിയം എന്ന് പറയുന്നത്. അതുപോലെ റോസ് അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ നന്നായിട്ട് പൂക്കൾ വിരിയും മഴക്കാലത്താണ് റോസ് കൂടുതലായിട്ട് പൂ വിരിയുന്നത്. അഡീനിയത്തിന്റെ ഫ്ലവർ കാണാനും നല്ലൊരു ഭംഗിയാണ്. നമുക്ക് കണ്ട് ഇരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ മനസ്സിനും കുറച്ച് നല്ലൊരു സന്തോഷം കിട്ടും. ഇതാ നിറച്ച് മുട്ടിട്ടിട്ട് പൂ വിരിയുന്നുണ്ട്. നല്ല ഭംഗിയാണ് മൊത്തമായിട്ട് പൂ വിരിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വളവും കൂടി കൊടുത്താൽ നമുക്ക് ഇതുപോലെ പൂക്കൾ മഴക്കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് റെഡ് കേട്ടോ, റെഡ് ഫ്ലവർ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ വിരിഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.